ഹായ് ഫ്രണ്ട്സ്, നവ്വൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. അന്നേരം ഇന്ന് ഞങ്ങളുടെ ഡാൻസ് വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും രാവിലെ എണീച്ച് ഒരുങ്ങുവാണ്. ഇത് 5 മണിയായപ്പം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത്. പക്ഷെ അരങ്ങേറ്റ കുട്ടികൾക്കായിരുന്നു 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളൊക്കെ കുറെ കഴിഞ്ഞിട്ടാണ് വന്നത് മേക്കപ്പ് ഇടാനായിട്ട്. അങ്ങനെ വന്ന് ഞങ്ങൾ ഒരുങ്ങുവാണിത്. ഞങ്ങൾക്ക് അവർ കളിക്കാൻ വേണ്ടി സമയം തന്നത് 10:30-ക്കായിരുന്നേ. അന്നേരം ഞങ്ങള് അരങ്ങേറ്റ കുട്ടികളെ എല്ലാം ഞങ്ങൾ നേരത്തെ ഒരുക്കി അവരെ അങ്ങ് വിട്ടായിരുന്നു. ഞങ്ങൾ സീനിയേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരുങ്ങാനായിട്ട്. ഞങ്ങളും പിന്നെ നേരത്തെ പെട്ടെന്ന് ഒരുങ്ങി ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഡാൻസ് എല്ലാം തുടങ്ങിയായിരുന്നു. ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ ആയിരുന്നു ഡാൻസ്. ഞങ്ങളുടെ ഡാൻസും കളിക്കുമായിരുന്നു ചെയ്തത്. അങ്ങനെ നേരത്തെ പെട്ടെന്നാണ് എല്ലാം ഒരുങ്ങിയത്. വേഗം വേഗം ഒരുങ്ങുമായിരുന്നു. ഇത് ധൃതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡാൻസ് എല്ലാം തുടങ്ങി. ഓരോന്ന് ഞാൻ നിങ്ങളെ കാണിക്കാവേ ഡാൻസ് വീഡിയോസ്.
അങ്ങനെ ഡാൻസ് എല്ലാം കഴിഞ്ഞ് എനിക്ക് 2 ഡാൻസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അരങ്ങേറ്റ കുട്ടികൾക്കും പിന്നെ വേറെ കുറെ കുട്ടികൾക്കും ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ എന്നെ പഠിപ്പിച്ച കേരള പഠിപ്പിച്ച ടീച്ചറും സാറും നിന്നൊരു ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഡാൻസ് എല്ലാം കളിച്ചു കഴിഞ്ഞ് ഇപ്പം മംഗളം ചെയ്യുവാണ്. എല്ലാവരെയും നമസ്കരിച്ച് മംഗളം പറയുവാണ്. അങ്ങനെ ഡാൻസ് എല്ലാം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുടജാദ്രി വരാണേ പോകുന്നത്. ഞാനും അച്ഛനും ചേച്ചിയും പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയും അവിടെ അമ്മയും പിന്നെ അവിടെ ചേച്ചിയും കൂടാണ്. ഞങ്ങൾ ഇത്രയും പേരും കൂടാണ് പോകുന്നത്. ഡാൻസ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരുങ്ങി ഇങ്ങോട്ടാണേ പോകുന്നത്. ഞങ്ങൾ ഇന്ന് രാത്രിയിൽ തിരിക്കുവാണേ. ഞങ്ങൾക്ക് രാത്രി ട്രെയിൻ ഉണ്ട്. അന്നേരം ഞങ്ങൾ രാത്രി ഇവിടുന്ന് തിരിക്കും. പക്ഷെ ഇവരൊന്നും ഇന്ന് തിരിക്കത്തില്ല, നാളെയാണ് ബാക്കിയുള്ളവരെല്ലാം തിരിക്കുന്നത്. ഞങ്ങൾ ഇന്നങ്ങ് തിരിക്കും. അന്നേരം ഞങ്ങൾ നേരെ അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. വേറെ ടൈമും ഒന്നുമില്ല. പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം തന്നെ ഇറങ്ങിയത്. എൻ്റെ കൂടെ വന്ന എൻ്റെ കൂട്ടുകാരിയുടെ അമ്മയും ഇങ്ങനെ കുടജാദ്രി പോയിട്ടില്ലായിരുന്നു. അവരും 2-3 വർഷം കൊണ്ട് ഇവരിങ്ങനെ മൂകാംബികയെ വരുന്നതാണ്. പക്ഷെ അവരാരും കുടജാദ്രി പോയിട്ടില്ല. അന്നേരം ഞങ്ങളുടെ കൂടെ കൂടിയത് അവരും കൂടി. അങ്ങനെ നേരെ ഞങ്ങൾ കുടജാദ്രിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ നല്ല സ്പീഡിലാണ് അയാൾ ഓട്ടിച്ചോണ്ട് പോകുന്നത് ജീപ്പ്. നല്ല സ്പീഡിലാണ് അവർ പോയത്. ഞങ്ങൾ ഒന്നാമതേ ലേറ്റ് ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ. ഞങ്ങളൊരു 3 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. അന്നേരം 4 മണി വരെ എങ്ങാണ്ടാന്ന് തോന്നുന്നു ഇവിടെ ഉള്ളതെന്ന് തോന്നുന്നു, അറിയത്തില്ല. അന്നേരം ഞങ്ങളെ സ്പീഡിലാണ് കൊണ്ടാക്കിയത്. ഇവിടെ ട്രക്കിങ്ങിന്റെ വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തില്ല. അത്രയ്ക്ക് സ്പീഡായതുകൊണ്ട് ഫോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഫോണൊന്നും എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ എത്തി. അവിടെ ഫസ്റ്റ് കണ്ട അമ്പലം അത് താഴത്തെ അമ്പലമാണ്. അങ്ങനെ 2-3 ക്ഷേത്രങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ദർശിച്ചിട്ട് വേണം നമ്മൾ മല കയറാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഓരോന്നും കയറുവാണ്. അങ്ങനെ എന്റെ അമ്മയെ കൊണ്ടുവരാഞ്ഞത്, എന്റെ അമ്മയ്ക്ക് ഇത്രയും വലിയ കയറ്റമൊന്നും കയറാൻ കഴിയത്തില്ല. ശ്വാസം മുട്ടലുണ്ടായതുകൊണ്ട് അമ്മയ്ക്ക് പറ്റത്തില്ല. ഇത്രയും വലിയ കല്ലും മലയും ഒന്നും കയറാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കൊണ്ടുവരാഞ്ഞത്. കൊണ്ടുവന്നു കഴിഞ്ഞാലും നമുക്ക് സീനാവത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്നില്ല. അന്നേരം ഞങ്ങളുടെ കൂടെ വന്ന എന്റെ കൂട്ടുകാരിയുടെ അമ്മയ്ക്കായാലും ശ്വാസം മുട്ടലുള്ളതായിരുന്നു. അങ്ങനെ ആ ആന്റിക്കായാലും കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ കല്ലിന്റെ പുറത്തൂടെ ഒക്കെ കയറുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ആന്റിക്ക് പിന്നെ ശ്വാസം മുട്ടലായി. പിന്നെ കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ അതങ്ങ് മാറും. അങ്ങനെ കുറച്ചു നേരം ഇരുന്നിരുന്നാണ് ഞങ്ങൾ കയറിയത് ശരിക്കും. അങ്ങനെ അവിടെ ഇരുന്ന് പിന്നെ കയറുന്നില്ല എന്നും പറഞ്ഞ് ഇരുന്നതായിരുന്നു. അന്നേരത്തേക്കും മേളിൽ പോയിട്ട് താഴോട്ട് വരുന്നവരെല്ലാം വന്ന് പിന്നെ മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെയാണ് പിന്നെ ആന്റി പിന്നെ കയറിയപ്പം നല്ലൊരു കയറ്റമായിരുന്നു കയറിയത്. ഫസ്റ്റ് അടിച്ചാണ് കയറിയത്. ഞങ്ങളെല്ലാം ബാക്കിലായിരുന്നു. ആന്റി ഫസ്റ്റിലേ അങ്ങ് പോയി. ഫ്രണ്ടിൽ പോണതൊക്കെ ആന്റിയാണ് പോകുന്നത്, ഞങ്ങൾ ബാക്കിലാണ് പോകുന്നത്. ഞങ്ങൾ പോയ ടൈമിങ് ബെസ്റ്റ് ആയിരുന്നേ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല തണുത്ത കാറ്റും ചൂടൊന്നും ഇല്ലായിരുന്നു. ശരിക്കും പറയാമെങ്കിൽ നല്ല തണുത്ത കാറ്റായിരുന്നു. എല്ലാവരും തറയിലോട്ട് ഇറങ്ങി വരുമ്പോഴാണ് ഞങ്ങൾ കയറുന്നത് മേളിലോട്ട്. ഞങ്ങൾ കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ കയറാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ അങ്ങ് കയറിയത്. ഞങ്ങൾ എന്തും വരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ കയറി. നല്ല മേളിലോട്ട് കയറുമ്പം നല്ല ക്ലൈമറ്റും നല്ല വ്യൂ ആയിരുന്നു കാണാൻ. കോടമഞ്ഞുകൊണ്ട് മൂടിയേക്കുവാണ് ഇതെല്ലാം. അങ്ങനെ നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2-2.5 കിലോമീറ്ററോളം നടന്നിട്ടുണ്ട്. അങ്ങനെ നടന്ന് കയറിയിട്ടും എത്തുന്നില്ല, സ്ഥലം എത്തുന്നില്ല. ഞങ്ങൾ നടക്കുക. വരുന്നവര് പറയുന്നത് കുറച്ചും കൂടെ ഉള്ളൂ എന്നാ. പക്ഷെ ഞങ്ങൾ നടന്നിട്ടും എത്തുന്നില്ല. അങ്ങനെ നടന്ന് ഒരു ഫോറസ്റ്റ് ഏരിയയിൽ എത്തി. ഇത് നല്ല രസമാണ്. നല്ല കിളികളുടെ ശബ്ദവും നല്ല രസമാണ് ഇവിടെ. ഈ വഴി കൂടെ പോവാൻ നല്ല സുഖം. നല്ല ഒരു എന്താ പറയുന്നത്, നല്ലൊരു സുഖമായിരുന്നു ഈ വഴി പോവാനായിട്ട്. നല്ല
കയറ്റവും ഇറക്കവും കല്ലും ഫുൾ കല്ലാണ്. നമുക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൂടുതലും അമ്മൂമ്മമാര് അപ്പൂപ്പന്മാരാണ് കാണുന്നത് വരുന്നത്. പക്ഷെ അവരെങ്ങനെ കേറുന്നെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് തന്നെ പാടായിരുന്നു കേറാനായിട്ട്. അവരൊക്കെ സിമ്പിളായിട്ട് കേറി ഇറങ്ങി വരുന്നു. ഞങ്ങൾ അത്ഭുതത്തോടെ നോക്കിയതേ എങ്ങനെ കേറി ഇറങ്ങുന്നെന്ന്. അങ്ങനെ ഞങ്ങള് കുറച്ചെത്താറായേ. ഇത് കുറച്ച് അടുത്തായതാണിത് ഈ സീന്. അങ്ങനെ ഈ ഭാഗത്തൊക്കെ കാണുമ്പോ അത്രയ്ക്ക് രസം കാണാൻ. നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ നടന്ന് ഞങ്ങൾ കാണാൻ വേണ്ടി ആഗ്രഹിച്ചെടുത്ത് ഞങ്ങൾ എത്തി. അവിടെ ചെന്നപ്പം അത്യാവശ്യം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. 2-3 ഫാമിലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ചെന്ന സമയം രാത്രിയല്ല വൈകിട്ടാവാറായപ്പോഴാണ് നമ്മൾ ചെന്നത്. അന്നേരം ആരും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് കുറച്ചു നേരം അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ എടുത്ത് കുറെ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. ഞങ്ങളാണ് ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ കുറെ നേരം ഞങ്ങൾ അവിടേക്ക് ഇരുന്ന് അന്നേരത്തേക്ക് നല്ല കാറ്റും കോടമഞ്ഞും ഒക്കെ വീശാൻ തുടങ്ങി. അത്രയ്ക്ക് തണുത്ത കാറ്റായിരുന്നേ. നിങ്ങൾ വരുവാണെങ്കിൽ ഞങ്ങൾ വന്ന് ഈ ഒരു ടൈമിന് വരണേ. നല്ല രസമായിരിക്കും. നല്ല കാറ്റും നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും ആ ടൈം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നല്ലോണം ഇഷ്ടപ്പെടും. അങ്ങനെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങുവാണേ. ഇറങ്ങുമ്പം ഭയങ്കര റിസ്ക് ആണേ. നമ്മൾ ചെരുപ്പിട്ടുകൊണ്ട് പോകുമ്പം അത് തെന്നാനുള്ള ചാൻസ് കൂടുതലാണ്. അന്നേരം സൂക്ഷിച്ച് വേണം നമ്മൾ ഇറങ്ങാനായിട്ട്. അങ്ങനെ ഞങ്ങൾ സൂക്ഷിച്ചാണ് ഇറങ്ങുന്നത്. നല്ല കല്ലുള്ളത് കൊണ്ട് നമുക്ക് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് പക്ഷെ കയറുന്ന അത്രയും ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ഇറങ്ങുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. സൂക്ഷിച്ച് വേണം നമ്മൾ ഇറങ്ങാനായിട്ട്. അങ്ങനെ അച്ഛൻ അങ്ങ് നേരത്തെ ഇറങ്ങി അങ്ങ് പോയായിരുന്നേ. തറയിലെത്തി കാണുമായിരിക്കും. അങ്ങനെ അച്ഛനും ആന്റിയും അങ്ങ് പോയി. ഞങ്ങളാണ് ലാസ്റ്റ് ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ നോക്കി ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങള് തറയിൽ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു 5-5:30 കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങള് നോക്കിയപ്പം ഞങ്ങളുടെ ജീപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ പിക്ക് ചെയ്യാനായിട്ട്. ബാക്കിയുള്ളവരെല്ലാം പോയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ജീപ്പിൽ കയറി ഞങ്ങൾ റൂമിലേക്കാണ് വന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾ ഇന്ന് രാത്രി പോവും. രാത്രിയല്ല, വെളുപ്പിനെയാണ് പോകുന്നത്. ഒരു 1-1:30 എങ്ങാണ്ടാണ് ട്രെയിൻ. അന്നേരം ഞങ്ങൾ 1:30 ആകുമ്പോൾ പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.